നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണോ ഇപ്പോഴും തുടരുന്നത്? അവിടെ തന്നെ ഉണ്ട് എന്നതാണോ സംശയവും സ്ഥിരീകരണവും? തിരച്ചിലിലേക്ക് വരുമ്പോൾ ഇന്നലെയാണ് കാര്യമായ ഒരു വഴിത്തിരിവുണ്ടായത്. രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. ആ മേഖല കേന്ദ്രീകരിച്ച് കൂടി തിരച്ചിൽ വിന്യസിച്ചു. ഒപ്പം തന്നെ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നാണ് അല്പസമയം മുമ്പ് DFO മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചത്. ലൈവ് സ്ട്രീമിംഗ് ക്യാമറ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി സ്ഥാപിക്കും, ഒരു കൂട് കൂടി സ്ഥാപിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ കൃത്യമായി കടുവയെ ട്രാക്ക് ചെയ്താൽ മാത്രമേ ദൗത്യം പുരോഗമിക്കുകയുള്ളൂ. അതിന് കടുവയുടെ സാന്നിധ്യം ഉറപ്പായ മേഖലയിൽ ഇനിയും കടുവ അവിടെ എത്തുന്നുണ്ടോ എന്നറിയണം. കൂടുതൽ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടോ എന്നറിയണം. കടുവയെ ട്രാക്ക് ചെയ്താൽ മാത്രമേ മയക്കുവെടി വെക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള സജ്ജീകരണങ്ങളായി തന്നെയാണ് വനംവകുപ്പിൻ്റെ ദൗത്യം പുരോഗമിക്കുന്നത്. പക്ഷേ ഇന്നലെ കണ്ട ആ ദൃശ്യങ്ങളിൽ കൂടുതലായി മറ്റൊരു ദൃശ്യമോ കടുവയുടെ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കുന്ന മറ്റ് ഒന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രദേശവാസികളുടെ ആശങ്ക തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇന്ന് ഒരു ജീവൻ പൊലിയേണ്ടി വന്നു. ഇത്ര കാലങ്ങളായി നിലനിൽക്കുന്ന ഈ കടുവാ ഭീതിയിലേക്ക് ഒരു ശ്രദ്ധ വേണം. അവിടെയുള്ള ആളുകളോട് തന്നെ അവരുടെ ആശങ്കകൾ നമുക്ക് ചോദിച്ചറിയാം അല്ലേ? അതെ, അതാണ് അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. നേരത്തെ തന്നെ ഇവരൊക്കെ നമ്മളോട് പങ്കുവെച്ച ആശങ്ക അതാണ്. ഈ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ 3 ദിവസമായി ഈ സംഭവത്തിന് ശേഷം ടാപ്പിങ്ങിന് പോയിട്ടില്ല. സ്കൂളുകളിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ കാലങ്ങളായി തന്നെ ഈ പ്രശ്നം അവർ നേരിടുന്നുണ്ട്. കാലാകാലങ്ങളായി തുടരുന്ന ഒരു ആശങ്ക തന്നെയാണല്ലേ? ഒരു ഒരു കൂടുതലായിട്ടുണ്ടാവും ഇതിൻ്റെ ഇങ്ങനൊരു സംഭവങ്ങളുണ്ടെന്നുള്ളത്. അന്നൊന്നും അതിനായിട്ട് വലിയ ഒരു നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ ഇതുവരെയും കടുവയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇതിങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ കടുവ ഉണ്ട് എന്നുള്ള പ്രശ്നങ്ങൾ പറയുന്നത് 5-6 മാസമായി. അങ്ങനെ പലവരും കണ്ടു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു നടപടി എടുത്തിട്ടില്ല. അതാണ് അങ്ങനെ ഇവിടെ ഒക്കെ ഈ ഒരു ഭൂപ്രകൃതിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി. കുന്നിൻ ചെരുവിലൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദിനം പ്രതിയുള്ള ജീവിതത്തെ തന്നെ അത് സാരമായി ബാധിക്കുന്നുണ്ട്. ഉണ്ട്. പിന്നെ നമുക്ക് രാത്രികാലങ്ങളിലും പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ ഒരു ഭീതി നിലനിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ ഒരു 4 ദിവസമായിട്ടും ഈ ഭാഗത്തൊന്നും ഒരു ആളും വൈകുന്നേരം വീട് വിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകേണ്ടി വന്നു എന്നുള്ളത് തന്നെ ഖേദകരമായ കാര്യമാണ്. പക്ഷേ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ. അത് മാത്രമല്ല സാർ, ഇവിടെ ഞങ്ങളൊക്കെ ഈ 1 ഏക്കർക്കാരും 2 ഏക്കർക്കാരും 3 ഏക്കർക്കാരൊക്കെ കണ്ടമാനം കർഷകരുണ്ട് ഇവിടെ. ആ കർഷകർക്കൊക്കെ ഇനി ഞങ്ങളൊക്കെ ടാപ്പിംഗ് തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ടാപ്പിംഗ് ചെയ്യാൻ ഇനി ആരും കിട്ടില്ല, സ്വന്തമായി വെട്ടാനും കഴിയില്ല. ഇവിടുത്തെ ഇടത്തരം കർഷകൻ്റെ സ്ഥിതി വളരെയധികം മോശമാണ്. ഞങ്ങൾ 2-3 വർഷമായിട്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമല്ല, എന്താ ചെയ്യണത്? ഞങ്ങളെല്ലാ അധികാരികൾക്കും പിന്നെ അനിൽകുമാർ MLA 2-3 പ്രാവശ്യം നിയമസഭയിൽ ഇത് അവതരിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പന്നിയുടെ കാര്യം പിന്നെ പറയും വേണ്ട. പന്നീനെ കൊണ്ട് ഞങ്ങളൊരു പിന്നെ ആടുകളെ മാതിരി ആയിക്കണം. പന്നികൾ ജീവിക്കാൻ പറ്റാതേക്കണം ഈ പ്രദേശത്ത്. കാരണം ഞങ്ങളൊക്കെ ചെറിയ വരുമാനക്കാരാണ്. ആ വരുമാനം പറ്റും നിന്ന് പോയിക്കണം ഈ ഒരു കടുവൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്. കാർഷിക മേഖലയിൽ ഇപ്പോൾ നമുക്കൊരു പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ഈ മൃഗങ്ങളുടെ ശല്യവും പിന്നെ ബലത്തകർച്ചയും ഒന്നും ഉണ്ടായിരുന്നു. അതുപോട്ടെ, ഇതാണ് ജനങ്ങളുടെ ഒരു അവസ്ഥ, ഒരു ആശങ്ക എന്ന് പറയുന്നത്. പ്രദേശത്ത് കാലങ്ങളായുള്ളൊരു പ്രശ്നം. ഇന്നൊരു ജീവൻ പൊലിയേണ്ടി വന്നു. ഇനിയും കടുവയെ പിടികൂടാത്തതും അവരിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. 3 ദിവസമായി ദൗത്യം തുടർന്നു. കടുവയെ പിടികൂടണം, വെടിവെച്ച് കൊല്ലണം എന്നൊക്കെയാണ് നാട്ടുകാർ ഉന്നയിച്ച ആവശ്യം. അതെ, വെടിവെച്ച് കൊല്ലണം തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പിന്നെ ഇപ്പം ഇത്രയും 4 ദിവസമായില്ലേ, ഇത് കിട്ടുന്നില്ലൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഞങ്ങൾ. ഈ കടുവയെ പിടിച്ച് ഇവിടെ നിന്ന് മാറ്റാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഉണ്ടാകാതെ ഒരു ആശങ്കയ്ക്ക് അറുതി വരുന്നില്ല. കാലങ്ങളായി ഉള്ള ഒരു ആവശ്യത്തിനും കൂടെ പരിഹാരം വേണം അല്ലേ? എന്തായാലും ഇതിന് ഇത് കാണണം. അത്തരത്തിലാണ് നാട്ടുകാരുടെ ഒരു ആശങ്കയൊക്കെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾ ഈ മേഖലയിലുണ്ട്. അപ്പോഴൊക്കെ ഇവർ പങ്കുവെക്കുന്നു. ഓരോ ദിവസവും ഈ ദൗത്യത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ശാശ്വത ഒരു പരിഹാരം വേണം. നിത്യ ജീവിതത്തിലേക്ക്, ദൈനംദിന ജീവിതത്തിലേക്കൊക്കെ അവർക്ക് മടങ്ങിയെത്തണം. എന്താണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനിയും ഈ കടുവ ആശങ്ക ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ഇപ്പോഴുണ്ടായ പ്രശ്നത്തിനെങ്കിൽ ഒരു പരിഹാരം വേണം അല്ലേ? അതെ, അല്ലെങ്കിൽ ഭീതിയാണ്. നാട്ടുകാർക്കൊക്കെ ടെൻഷനാണ്. ആൾക്കാരൊന്നും പുറത്തിറങ്ങില്ല. എല്ലാവർക്കും പേടിയാണ്. പുലിയല്ലേ, പേടിയുണ്ട്. പിന്നെ പ്രതീക്ഷയാണ് അല്ലേ, സർക്കാരിൻ്റെ ഒരു പ്രതീക്ഷയാണ്. നോക്കട്ടെ. ഓരോ ദിവസവും
കഴിയുന്തോറും ഇങ്ങനെ ഇവരുടെ ആദ്യവും ആശങ്കയൊക്കെ വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദൗത്യം ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ പുരോഗമിക്കുന്നുമുണ്ട്. അത്തരത്തിൽ ആളുകളുടെ ആശങ്കയാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മലപ്പുറത്ത് കാളികാവിൽ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് 4-ാം ദിവസമാണ്.